വാൻഹായ് 503 എന്ന കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. 18 പേരെ രക്ഷപ്പെടുത്തി. 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. തീ പിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഈ മറ്റൊരു കപ്പൽ അപകടം കൂടി നമ്മുടെ സമുദ്രാതിർത്തിയിൽ സംഭവിക്കുമ്പോൾ ഈ അപകടകരമായിട്ടുള്ള സാഹചര്യം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? എൽദോ, കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളും 3 ഡോപ്പിയർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ നാവികസേനയുടെ INS സൂറത്തും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രക്ഷാദൗത്യം ആദ്യം പൂർത്തിയാക്കുകയാണ് പ്രഥമഘട്ടം. അതിനുശേഷമേ കപ്പലിലേക്ക് കയറി അതിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. ജൂൺ 7 വൈകിട്ട് കൊളംബിയയിൽ നിന്ന് പുറപ്പെട്ട് നാളെ രാവിലെ നവി മുംബൈയിൽ എത്തേണ്ട കപ്പലാണ്. ഇതൊരു ഫീഡർ കപ്പലാണ്. ഈ കപ്പലിൽ ഇന്ന് രാവിലെ 9:30 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 9:30 കൂടി തീപിടുത്തമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വിവരം പുറം ലോകം അറിഞ്ഞു. അത് ആദ്യഘട്ടത്തിൽ വലിയ സഹായകമായി എന്ന് തന്നെ പറയണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മാരിടൈം റെസ്ക്യൂ ഓപ്പറേഷൻ സെന്റർ മുംബൈയിലാണ്. മുംബൈയിൽ ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഈ കപ്പലിന് സമീപത്തേക്ക് ഇപ്പോൾ അപകടമുണ്ടായ വാൻഹായ് 503 കപ്പലിന് സമീപത്തു കൂടി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ആദ്യഘട്ടത്തിൽ തന്നെ നിർദ്ദേശം നൽകി. MV1 മാർവൽ എന്ന കപ്പൽ ആ ഘട്ടത്തിൽ ഇതിന് സമീപത്തുണ്ടായിരുന്നു. അതിനോട് ഈ സാഹചര്യങ്ങൾ വിലയിരുത്താൻ നിർദ്ദേശിച്ചു. ഈ MV1 മാർവൽ കപ്പൽ അടുത്തെത്തിയപ്പോഴാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന 22 പേരിൽ 18 പേർ ആദ്യഘട്ടത്തിൽ തീപിടുത്തമുണ്ടായപ്പോൾ തന്നെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ചാടി. ക്യാപ്റ്റൻ അടക്കമുള്ളവരാണ് ഫയർ ഫൈറ്റിംഗ് അതോടൊപ്പം തന്നെ മറ്റ് എക്യുപ്മെന്റ്സും അടക്കം ലൈഫ് ജാക്കറ്റുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടിയത്. ഇവരെ MV1 മാർവൽ കപ്പലിൽ സുരക്ഷിതരായി ഇപ്പോഴും ഉണ്ട്. ഇതിൽ 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ 22 പേരിൽ ഇന്ത്യക്കാർ ഇല്ല. 4 പേർക്കായി ഇപ്പോൾ രക്ഷാദൗത്യം തുടരുകയാണ്. ഈ 4 പേരും ഫയർ ഫൈറ്റിംഗ് നാവികരാണ്. അതായത് കപ്പലിൽ ഏതെങ്കിലും തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായാൽ ആദ്യഘട്ടം മുതൽ തന്നെ പരിശീലനം നേടിയവർ, അതായത് തീ അണയ്ക്കാനുള്ള പരിശീലനം നേടിയവരാണ്. ഇവരാണ് ആദ്യഘട്ടം മുതൽ തീ അണയ്ക്കാനായി ശ്രമിച്ചതും ഇവർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതും. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും ഈ 4 പേരിൽ 2 പേർ തായ്വാൻ പൗരന്മാരാണ്, ഒരാൾ ഇന്തോനേഷ്യൻ പൗരനാണ്, അതോടൊപ്പം തന്നെ ഒരാൾ മ്യാൻമാർ പൗരനാണ്. ഈ അപകടം എന്നതിനപ്പുറത്തേക്ക് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകൾ, അത് എന്തൊക്കെ ചരക്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പുറംകടലിൽ 120 കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതും ആദ്യഘട്ടത്തിൽ തന്നെ വിവരം പുറം ലോകം അറിഞ്ഞതും വലിയ തോതിൽ ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് സംസ്ഥാന സർക്കാരും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. 269 മീറ്റർ നീളമുള്ള കപ്പലാണ്. 20 വർഷം പഴക്കമുള്ള കപ്പലാണ്. ഈ കപ്പലിലെ ചരക്കുകളിൽ 4 തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. തീ പിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ, അതോടൊപ്പം തന്നെ തീ പിടിക്കാൻ സാധ്യതയുള്ള കരവസ്തുക്കൾ, അതോടൊപ്പം തന്നെ അപകടകരമായ വിഷാംശമുള്ള വസ്തുക്കൾ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഗൺ പൗഡർ, ടർപ്പൻറ്റൈൻ അടക്കമുള്ളവ ഇതിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. രക്ഷാദൗത്യത്തിനാണ് പ്രഥമ പരിഗണന. ഇപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന 18 പേരെ രക്ഷിച്ചിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ്. അവരെ ഏറ്റവും അടുത്ത തീരത്തേക്ക് എത്തിക്കും. ഏത് തീരത്തേക്കാണ് എത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ബേപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് ചികിത്സിക്കാനായി ഒരു ബേപ്പൂർ തുറമുഖത്തേക്കാണ് എത്തിക്കുന്നതെങ്കിൽ അവിടെ ആശുപത്രികൾ സജ്ജമാണ്, ആംബുലൻസുകൾ സജ്ജമാണ്. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഏറ്റവും അടുത്തുള്ള പോർട്ട് ബേപ്പൂരാണ്. അവിടേക്കാണ് ദൂരം കുറവ്. പക്ഷേ പുറംകടലിൽ നിന്നും ചെറിയ കപ്പലിൽ വേണം ഈ പോർട്ടിലേക്ക് എത്തിക്കാൻ. വലിയ കപ്പലുകൾ ഈ പോർട്ടിൽ അടുക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് ഇവരെ കൊണ്ടുപോകും എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കപ്പലിന്റെ മധ്യഭാഗത്തായിട്ടാണ് തീപിടുത്തമുണ്ടായത്. ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം ഡെക്കിൽ സ്ഫോടനമുണ്ടായി, അങ്ങനെ തീപിടുത്തമുണ്ടായി എന്നാണ്. പക്ഷേ കപ്പലിന്റെ മധ്യഭാഗത്ത് നിന്ന് ഉയരുന്ന കറുത്ത പുക സ്വാഭാവികമായും കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇനി അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. എൽദോ, എന്തായാലും മറ്റൊരു കപ്പൽ അപകടം കൂടി നേരിടുകയാണ് സംസ്ഥാനത്തിന്റെ സമുദ്രാതിർത്തി.